ഒപ്പമുണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് സർക്കാരിന്റെ ഉറപ്പ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അതിജീവിതയ്ക്ക് ഉറപ്പ് ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പോസിറ്റീവായ മറുപടിയാണ് ലഭിച്ചതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കേസിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെയാണ് എന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. സോ അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഈ ഹൈക്കോടതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതിന് പിന്നിൽ മറ്റ് ദുരൂഹതകളുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടോ കാര്യത്തിൽ? ഇല്ല, ഞാൻ സർക്കാരിനെതിരായിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അത് മറ്റു പല രീതിയിലും അത് പുറത്തു വന്നതാണ്. അത് അങ്ങനെ ഒരു മെസ്സേജായി കൺവേ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കലും സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് കൺസേൺസ്, എൻ്റെ കുറച്ച് ആശങ്കകളാണ് അതിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വളരെ പോസിറ്റീവായി തന്നെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് CM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇല്ല, അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ നടന്ന കോടതിയിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ CM-ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാറ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഉറപ്പിൽ സംതൃപ്തിയാണോ? തീർച്ചയായിട്ടും സാറ് എനിക്ക് തന്ന ആ ഒരു അഷുറൻസിൽ ഞാൻ വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ്. ഞാൻ ഒരുപാട് നന്ദിയുണ്ട് അതിന്. തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായും സാറിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. തുടരന്വേഷണം മുന്നോട്ട് പോകുമെന്നും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഒരു സപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അതിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്? ഇപ്പോൾ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യാനാകുമെന്നാണ്? അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് നിന്ന് തീർച്ചയായിട്ടും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ നീണ്ടു പോകുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. അന്വേഷണം, പിന്നെ തുടരന്വേഷണം വേണമോ എന്നുള്ള ഒരു അവ്യക്തത, ഈ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോ എനിക്ക് മാത്രമല്ല, ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ മാനസികാവസ്ഥകളും അല്ലെങ്കിൽ ഫാമിലിയിൽ ബാധിക്കുന്ന എല്ലാം ഉണ്ടാവുന്നതാണ്. സോ എനിക്ക് മാത്രമല്ല, എല്ലാ കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും, അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ആർക്കാണെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇല്ലില്ല, ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ അതൊക്കെ വെറുതെ ഈ വരുന്ന ഓരോ വ്യാഖ്യാനങ്ങളാണ്, ഒരിക്കലുമില്ല. ഇല്ല, അത് എനിക്കൊന്നും പറയാനില്ല. അതിനൊന്നും. 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത്, മുഖ്യമന്ത്രിയെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ട് തോന്നിയൊരു ഘട്ടമാണോ ഇത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ മുൻപൊക്കെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഇതാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് കാണേണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ. വിമർശനം വന്നപ്പോൾ വിഷമം തോന്നിയില്ലേ? സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായല്ലേ കോടതിയെ സമീപിച്ചത്? തീർച്ചയായിട്ടും. അത് ഇപ്പൊ എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആരുടെയും വായ അടച്ചു വെക്കാൻ പറ്റില്ല. അവർക്ക് അറിയില്ല എന്താണ് ഈ ജേർണി എന്നുള്ളത്. സോ പറയുന്നവർ പറയട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ധൈര്യമായി തന്നെ ഈ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആ വാക്കുകളുടെ അർത്ഥം. തീർച്ചയായിട്ടും. കാരണം ഞാൻ പോരാടാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് മുൻപേ ഞാൻ ഇട്ടിട്ട് പോകണമായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം, എനിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ്. തുടരന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആശങ്കകൾ പങ്കുവെക്കാനാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത്. അതിജീവിതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അടിയന്തരമായി സംസ്ഥാന പോലീസ് മേധാവിയെയും ക്രൈംബ്രാഞ്ച് ADGPയെയും ചേംബറിൽ വിളിച്ചു വരുത്തി. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി, അതും സർക്കാരിനെതിരായ ഒരു ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിജീവിത കൊടുത്ത ഒരു ഹർജി. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്, ഈ സാഹചര്യത്തിൽ കൂടിയാണ് അവർ മുഖ്യമന്ത്രിയെ കാണുകയും ഇത്തരത്തിൽ ഒരു ഉറപ്പ് നേടുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ സമീപനം എന്തായിരുന്നു? ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തുന്നതിലൂടെ നടിക്കൊപ്പമുണ്ട് എന്ന കൃത്യമായ സന്ദേശം നൽകുകയായിരുന്നു. തുടരന്വേഷണം ഇനിയും കൃത്യമായി നടക്കും എന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുകയായിരുന്നു.
തീർച്ചയായും മുഖ്യമന്ത്രി അതിജീവിതയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ ഇക്കാര്യം ഉറപ്പു നൽകിയിരുന്നു. ഒരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലും അന്വേഷണത്തിൽ ഉണ്ടാകില്ല. സർക്കാർ എന്തായാലും അന്വേഷണത്തിൽ ഇടപെടുകയുമില്ല. ക്രൈംബ്രാഞ്ച് മേധാവിയെ മാറ്റിയത് അന്വേഷണം അട്ടിമറിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ അല്ല, അതൊരു സ്വാഭാവിക നടപടിയാണ്. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഇടപെടലും ഉണ്ടാതെ അന്വേഷണം മുന്നോട്ട് പോവുകയും അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. അതിജീവിത മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ കേസന്വേഷണം അവസാനിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു. കൂടാതെ കേസിന്റെ തുടർ നടപടിക്ക് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്നും നിലവിലെ സാഹചര്യത്തിൽ കേസിൽ പല തരം വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. അതായത് പ്രതിഭാഗം അഭിഭാഷകർ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു എന്നതടക്കമുള്ള, അതുകൊണ്ട് തന്നെ ആ കേസിൽ ഇടപെട്ട പ്രതിഭാഗം അഭിഭാഷകരെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യവും അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചു. എന്തായാലും അക്കാര്യങ്ങളിൽ ഈ ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു താങ്കൾ. അവർക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ്? അതിൽ പൂർണ്ണമായും തൃപ്തരാണോ നിങ്ങൾ? ഭാഗ്യലക്ഷ്മി, കേൾക്കാമോ? കേൾക്കാം. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, ചോദ്യം കേട്ടില്ല. മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ്? ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ ഉറപ്പുകളിൽ തൃപ്തരാണോ നിങ്ങൾ? സാങ്കേതിക പ്രശ്നമുണ്ട്. ഭാഗ്യലക്ഷ്മിയെ ഒരിക്കൽ കൂടി കണക്ട് ചെയ്യാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിജീവിതയ്ക്കൊപ്പം ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കാണുന്ന സാഹചര്യമൊക്കെ ഇന്നുണ്ടായി. ഉമേഷ്, തുടരാം. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇത്തരം നിർദ്ദേശങ്ങൾ, അതായത് പൂർണ്ണമായി അതിജീവിതയ്ക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകി. ആ ഉറപ്പിൽ പൂർണ്ണ തൃപ്തിയാണ് എന്ന് അതിജീവ പറയുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കില്ല. ഹൈക്കോടതിയിൽ തങ്ങൾ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചും താൻ അനുഭവിച്ച കാര്യങ്ങളും കേസിൽ ഭാഗ്യലക്ഷ്മി, എന്റെ ചോദ്യം കേട്ടിരുന്നോ? എനിക്ക് ഇവിടെ റേഞ്ച് കുറവ്, അതാണ് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ചോദ്യം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ്? അതിൽ പൂർണ്ണ തൃപ്തരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പലപ്പോഴും മുഖ്യമന്ത്രിയെ കാണണം എന്ന് അതിജീവിതം ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചില്ല. അപ്പൊ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ഒരു എന്താ പറയാ, ഒരു സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇന്ന് സംസാരിക്കാൻ പറ്റി അവൾക്ക്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അവളോട് ആദ്യം പറഞ്ഞത് തന്നെ, എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ തീർച്ചയായിട്ടും കുട്ടിയോടൊപ്പം തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഈ സർക്കാർ ആയതുകൊണ്ടല്ലേ നമ്മൾ ഒന്നും നോക്കാതെ നമ്മൾ ഒരാളെ അന്ന് ആ കേസ് അത്രയും ശക്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അത് ആ ഒരു സർക്കാർ എങ്ങനെ കൈവിടുമെന്ന് ചിന്തിക്കും? അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. ഞങ്ങൾ കൈവിടില്ല. ഞങ്ങളൊപ്പം തന്നെയുണ്ട്. ധൈര്യമായി തന്നെ മുൻപോട്ട് പോകാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും, എന്തൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും നേരിട്ട് എന്നെ കാണാവുന്നതാണ്, എന്നോട് സംസാരിക്കാവുന്നതാണ് എന്ന രീതിയിൽ ആണ് സംസാരിച്ചത്. വളരെ വാത്സല്യത്തോടും വളരെ എന്താ പറയാ, സ്നേഹത്തോടും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ട് എന്ന് സംസാരിച്ചു. ഈ അതിനുശേഷം അതിജീവിതയുമായി സംസാരിക്കാനും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ പറ്റിയല്ലോ ഭാഗ്യലക്ഷ്മിക്ക്. പൂർണ്ണമായും തൃപ്തയാണോ അവർ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ? ഞാനിപ്പോഴും അവളോടൊപ്പം തന്നെ ആണ് ഇപ്പോഴും ഉള്ളത്. പോയിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അതേക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുള്ളത്. അവളും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവൾക്കിപ്പോ ഒരു സമാധാനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു ചെറിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ അവൾക്കും കുറച്ച് ആശങ്കകളും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണല്ലോ ഇപ്പൊ തന്നെ ADGP ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ അതിജീവിതം അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ CM വിളിച്ച് സംസാരിച്ചു എന്നാണ് ഞാനും വാർത്തകളിൽ നിന്ന് കാണുന്നത്. അതൊക്കെ അതിന്റെ ഒരു നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ ആലോചിച്ച് നോക്കുമ്പോ, ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നത് സർക്കാരിന്റെയും കൂടി ആവശ്യമാണല്ലോ. അപ്പൊ സർക്കാർ തീർച്ചയായും ഇല്ല, അതിജീവിത പരാജയപ്പെട്ടാൽ സർക്കാർ പരാജയപ്പെട്ട പോലെയാണല്ലോ. തീർച്ചയായും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും
മുഖ്യമന്ത്രിയെ അതിജീവിത കാണുമ്പോഴുമൊക്കെ ഉള്ളൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അതായത് സർക്കാരിനെതിരെ തന്നെ പറഞ്ഞുകൊണ്ട് സർക്കാരുമായി ഈ പറഞ്ഞതുപോലെ ഇടപാടുണ്ട് ഈ ആക്രമിക്കപ്പെട്ട കേസിലെ നടന് എന്ന രീതിയിലുള്ളൊരു ഹർജി കോടതിയുടെ പരിഗണനയിലുള്ള പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. അപ്പോൾ അത്രത്തോളം അസംതൃപ്തരായ ശേഷമാണ് നടി അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നത്. ആ ഒരു സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നതും പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും അത് ആ ഒരു മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയ ഒരു സമയത്തുണ്ടായ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ആ സമയത്ത് വന്ന വാർത്തകളും ശ്രീജിത്തിനെ പിന്നെ ഈ പറയുന്ന മാതിരി അതിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി, പിന്നെ ഇനി പുനരന്വേഷണം ഇല്ല എന്ന് പറഞ്ഞു. അതിജീവിത തന്നെ സ്വയം പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടെത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധാരണക്കാർക്കൊക്കെ തോന്നും, അയ്യോ ഇതെന്താണ്, അപ്പൊ ഇനി എല്ലാം അതിജീവിതയുടെ മാത്രം ഉത്തരവാദിത്വമാണോ, സർക്കാരിന് ഇതിൽ ഒരു ഇതും ഇല്ലേ എന്നുള്ള ഒരു പേടി നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സാധാരണക്കാരിൽ ഒരാൾ തന്നെയല്ലേ അവളും. അപ്പൊ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് അവളെ തന്നെയാണല്ലോ. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ഭയത്തിന്റെ പുറത്ത് തന്നെയാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത്. അതിന് ഇന്നൊരു പരിഹാരം അല്ലെങ്കിൽ പരിഹാരം കാണുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലായിരിക്കാം കൂടുതൽ ഇതിലുള്ള മാറ്റങ്ങളും പല ഡെവലപ്മെന്റ്സും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ രാഷ്ട്രീയമായ ഒരുപാട് പ്രതികരണങ്ങൾ അതിനുശേഷം ഉണ്ടായി, രാഷ്ട്രീയമായ ഇടപെടലുണ്ടായി, പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കത്തിലേക്കൊക്കെ ഒരു പക്ഷേ ഈ ഹർജി പോകുന്ന പശ്ചാത്തലമുണ്ടായി. അതിൽ ഏറെ വിഷമിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിജീവിത? അവളെ കുറച്ച് വിഷമിപ്പിച്ചത് പലരുടെയും ഈ ചില അതിരുവിട്ട വാക്കുകൾ അവർക്ക് വല്ലാതൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം മണിയാശാന്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവള് ചോദിച്ചത് എങ്ങനെയാണ് ചേച്ചി ഇതിൽ രാഷ്ട്രീയമുണ്ട്, അതൊക്കെ അവളെ കുറച്ച് വിഷമിപ്പിച്ചു. അതുപോലെ ഇപ്പൊ ഒരു അവളുടെ ആശങ്ക പറയുമ്പോൾ അതിനെല്ലാം ഒരു രാഷ്ട്രീയ മുഖം കൊടുക്കുന്നതിനോട് നമുക്കെല്ലാവർക്കും, അവൾക്ക് മാത്രമല്ല, ഇതിനോടൊപ്പം ആത്മാർത്ഥമായിട്ട് യാതൊരു രാഷ്ട്രീയവും ഇല്ലാതെ ഇവളോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവർക്കും തന്നെ അത് വല്ലാത്ത സങ്കടമായിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ അവളെ ഏറ്റവും അധികം ബാധിക്കുന്നത് അവളെയാണല്ലോ. അപ്പൊ ചില ദിവസങ്ങളിൽ അവൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ വിചാരിച്ചത്, എനിക്ക് നീതി കിട്ടണം, ആ നീതി എനിക്ക് കിട്ടാതെ പോകുമോ എന്നൊരു ഭയമാണ്. ഇത്രയും എവിഡൻസും ഇത്രയും പല രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും കോടതിയുടെ സ്വാധീനവും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പിന്നെയും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്നെ പരിഹസിക്കുന്ന രീതിയിൽ ഒക്കെ സംസാരങ്ങൾ അങ്ങനെ പോകുമ്പോൾ അതവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഈ സമീപകാലത്തായി കേട്ട് വന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അത് സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ പോലും ഈ വിഷയത്തിൽ സംശയിക്കത്തക്ക വിധത്തിലായിരുന്നു. സാറ ജോസഫിനെ പോലുള്ളവരൊക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടലോടുകൂടിയെങ്കിലും ആ ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നും കേസന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുമെന്നുമുള്ള ആത്മവിശ്വാസം ഇപ്പോഴെങ്കിലും അതിജീവിത പങ്കുവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നിന്ന് അതിജീവിത പുറത്തേക്ക് വന്നിരിക്കുന്നത്. അടുത്തുണ്ടോ അതിജീവിതയുടെ അടുത്തുണ്ടോ ഭാഗ്യലക്ഷ്മി? ഇപ്പൊ ഞങ്ങളൊരു വീട്ടില് വന്നിരിക്കുക, ഒരു മോളിൽ എവിടെയോ പോയി. ഞാനിവിടെ ഒരു സ്ഥലത്ത് റേഞ്ച് ഉള്ള സ്ഥലത്ത് മാറിയിരുന്നു. ഫോണിലൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു നേരിട്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് വലിയ വീടാ, എവിടെയോ ഉണ്ട്. ഞാൻ ഇവിടുന്ന് അനങ്ങിയ അത് പോവും, അവളെ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കും, അതുകൊണ്ടാണ്. ശരി, ഞാൻ വേണമെങ്കിൽ നമ്മൾ അല്പസമയം കഴിഞ്ഞ് വിളിച്ചു നോക്കാം, ഒന്ന് സംസാരിക്കാൻ ഞാൻ നോക്കട്ടെ. അവള് താഴേക്ക് വരുമ്പോ ഞാൻ റേഞ്ചിലുള്ള സമയമാണെങ്കിൽ. ഞാൻ പറയാം. ശരി, നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഏതായാലും അതിജീവിതയുമായി സംസാരിക്കാൻ സാധിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഏതായാലും ഭാഗ്യലക്ഷ്മി പറഞ്ഞതനുസരിച്ച് സർക്കാരിൻ്റെ ഉറപ്പിൽ അവർക്ക് പരിപൂർണ്ണ തൃപ്തിയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവർക്ക് ആത്മവിശ്വാസം പകരുന്നു. പക്ഷേ മണിയെ പോലെ, മണിയാശാനെ പോലെയുള്ളവരുടെ ചില പ്രസ്താവനകൾ അവർക്ക് ആശങ്കയും ഒപ്പം സങ്കടവും ഉണ്ടാക്കിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഒരിക്കലും രാഷ്ട്രീയം കൂട്ടിക്കലർത്താൻ ഈ വിഷയത്തിൽ അവർ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള ഹർജിയല്ല അത്. ഉമേഷ് ബാലകൃഷ്ണൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഉമേഷ്, ഈ ഭാഗ്യലക്ഷ്മി അതിജീവിതയ്ക്കൊപ്പം ഉണ്ട്, ഇപ്പോഴും അവർക്ക് ഒപ്പം തന്നെയുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഏതാണ്ട് പങ്കുവച്ചത്, അവർ ഇവരോട് സംസാരിച്ച കാര്യങ്ങളാണ് പങ്കുവച്ചത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അവർക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നൽകാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ മുഖ്യമന്ത്രി അതിന് തൊട്ടുപുറകെ പോലീസ് മേധാവിയെ അടക്കം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എന്ത് നിർദ്ദേശമാണ്
ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയത് എന്നത് പ്രസക്തമാണ്. അത്തരത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തുക, കൃത്യമായ തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോവുക, ഇനിയും ഒരു വീഴ്ചയുണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശവും നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അത്തരം ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശമാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയെയും ക്രൈംബ്രാഞ്ച് മേധാവിയെയും മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തിയത്. കേസന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് ഇവരോട് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചു. കൂടാതെ നിലവിൽ കേസിന്റെ സാഹചര്യം എത്രത്തോളമാണ്, ഏതവസ്ഥയിലാണ് സാഹചര്യം, കൂടാതെ കോടതിയിൽ നൽകിയ ഹർജിയുടെ സാഹചര്യം എന്താണ്, അതിൽ എന്ത് നിലപാട്, എങ്ങനെയായിരിക്കും തുടർ ഹർജി ഏതെങ്കിലും രീതിയിൽ കേസന്വേഷണത്തെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രധാനമായി ചോദിച്ചു. എന്തായാലും ഇടപെടൽ ഉടൻ തന്നെ, അതായത് അതിജീവിത ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഇത്തരത്തിൽ പറഞ്ഞ വാക്കിനോട് അല്ലെങ്കിൽ നൽകിയ ഉറപ്പിനോട് ഒരു നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ തൊട്ടു പിന്നാലെ, അതായത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത്തരമൊരു കൂടിക്കാഴ്ച നടത്തുകയും നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു. ഇനി എന്തായാലും അതിജീവിതം മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ അത് എത്രത്തോളം അനുഭാവപൂർവ്വം പരിഹരിക്കും അല്ലെങ്കിൽ പരിഗണിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം, ആ ആവശ്യം ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം പ്രോസിക്യൂട്ടർമാർ പല ഘട്ടങ്ങളിലും പ്രോസിക്യൂട്ടർമാർ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, 2 തവണ പ്രോസിക്യൂട്ടർമാർ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവയെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നതിനൊപ്പം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി സർക്കാരിന് നയപരമായ തീരുമാനം എടുക്കാവുന്നതാണ് ഈ വിഷയത്തിൽ. അതിൽ സർക്കാർ ഏത് രീതിയിലുള്ള തീരുമാനം എടുക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം അതിജീവിതം മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാന ആവശ്യമാണ് കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതിഭാഗം അഭിഭാഷകരെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ചോദ്യം ചെയ്യുന്ന ചില ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ചോദ്യാവലികൾ നൽകുന്ന ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷേ നേരിട്ട് ക്രൈംബ്രാഞ്ച് നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. സ്വാഭാവികമായി അന്വേഷണത്തിൽ സർക്കാർ ഇടപെടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരമൊരു ന്യായമായ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു ആവശ്യം, അത് അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു സംഭവം, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിൽ ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം ഇനി കേസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടിയോ മുന്നോട്ട് പോകുമോ എന്നും അറിയേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി ഇനിയും കടക്കേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തിരുവനന്തപുരത്ത് വനിതാ സാമാജികരുടെ ദ്വിദിന സമ്മേളനത്തിൽ സംസാരിക്കുന്നു. അതിലേക്ക്. I am glad because I am facing a great gathering that shows the power and potential of India's democracy. I am proud because I am addressing you, the elected women representatives of India who have chosen to step out and make a difference in a way only you can. Ladies and gentlemen, it is only appropriate that the National Women Legislatures Conference is being held when the nation is preparing to commemorate the 75th anniversary of our independence. Under Azadi Ka Amrit Mahotsav, we have been holding memorial events for more than a year now. People's enthusiastic participation in various functions shows their zeal to connect with the past and rediscover for themselves the foundations of our republic. In the saga of our freedom movement, women played a stellar part. That context adds significance to this conference. India's efforts to be freed from the shackles of an exploitative colonial rule began long ago, and 1857 was one of its early manifestations. Even in the middle of the 19th century, while there were only men on the other side, the Indian side included many women. Rani Lakshmibai was the most notable among them, but there were many more like her fighting bravely against the unjust rule. That period was marked by countless uprisings across the country against foreign rule. They were of local nature, but they were also animated by nationalist aspirations.
Equally, they all were marked by women's wholehearted participation in them. Ladies and gentlemen, it was towards the end of the 19th century that the freedom struggle started taking a distinct and formal shape. Gandhiji's return to the motherland in 1915 transformed it into a mass movement. A number of satyagraha campaigns led by him, from the non-cooperation movement to Quit India, had widespread participation of women. Indeed, historians have noted that women from all sections of society came out of their limited domestic spaces and joined public agitations in large numbers thanks to Gandhiji's unique leadership. I would like to add that those agitations were so successful eventually precisely because there was women's participation in them. Among the first women satyagrahis was Kasturba. Given the larger than life personality of her life partner, her own contribution to the nation tends to be ignored. She was not only the better half of the father of the nation, she was an inspiration to many women right from her days in South Africa. Also consider the Salt March to Dandi, the great event that changed the course of history. When Gandhiji was arrested, he chose to pass the mantle of leadership of this campaign to Sarojini Naidu. A great orator and poet, Naidu led by example and gladly faced a jail sentence. And how can we forget her associate, Kamala Devi Chattopadhyay? She was among the first women to contest elections, and she thus lit a torch that you have been carrying forward in India's times, in today's times. When one starts giving examples of women's participation in our national movement, so many inspiring names come to mind that one is able to mention only a few of them. Before this August Assembly of Women Legislators, I would like to recall the historic sacrifices of Madam Bhikaji Kama and of Captain Lakshmi Sehgal and her associates in the Indian National Army led by Netaji Subhash Chandra Bose. Ladies and gentlemen, when the glorious day of freedom came closer and the Constituent Assembly got together to draft a constitution for the nation, we were indeed fortunate to have 15 women members in it, and 3 of them were from Kerala. And their names were mentioned by our Chief Minister. Notable among this group was Hansaben Jivraj Mehta, also a social reformer and educationist. Her contribution to the cause of women's empowerment goes well beyond the boundaries of India. Hansaben was also India's delegate to the UN Human Rights Commission in 1947-48, when the Universal Declaration of Human Rights was being drafted. It was due to her intervention that the opening line was changed from "all men are created equal." I repeat it. The original draft was "all men are created equal." And at the instance of Hansaben, this was amended to "all human beings are created equal." Because human beings include men and women as well. India had then just emerged out of the colonial era. Yet, it is a matter of great pride for us that it was an Indian woman who taught the world the first session in gender equality. Ladies and gentlemen, the sensitivity towards equality of all kinds could only have been achieved due to the freedom struggle. India accomplished a rare distinction of offering universal franchise to all its adult citizens, regardless of any distinctions, right at the inception. Women not only voted in elections, but even contested, and 24 of them were elected to the first Lok Sabha in 1952.
They included great freedom fighters like Sucheta Kriplani. Also consider the pace and momentum of women's empowerment. Barely a decade later, in 1963, she became the Chief Minister of Uttar Pradesh, then India's largest state that was larger than most of the nations. I am sure this audience appreciates the significance of that great achievement, and yet it should be highlighted. Women in the world's oldest modern democracy, the United States, had to wait for more than a century after its independence to win the right to vote. Their sisters in the United Kingdom also waited nearly as long. Even after that, many economically advanced nations of Europe refrained from granting voting rights to women. Thanks. In India, however, there was never a time when men could vote but women could not. This, to my mind, shows two things. Firstly, the framers of the Constitution had deep faith in democracy and in the wisdom of the masses. They considered every citizen as a citizen and not as a woman or a member of a caste or tribe, and held that each of them must have an equal say in shaping our common destiny. Secondly, from ancient times, this land has seen women and men as equal indeed, as incomplete without each other. I know of no other civilization that perceives God as Ardhanarishwar, half male and half female. Inspired by our ideas and values, we have gone further during these 7 decades and have provided for 50% reservation for women in local bodies. Calling it women's empowerment is a misnomer, I think, because women are powerful anyway. Don't we say they are a manifestation of Shakti? If facilitating their better participation in political processes is empowerment in any sense, it is empowerment of the whole society, because you all add quality to governance, you help bring focus on issues that matter. Ladies and gentlemen, women are shattering the glass ceiling in one domain after another. The latest is their enhanced role in the armed forces. Their numbers are rising in the traditional male bastions of science, technology, engineering, mathematics, and management, collectively known as STEM. There must have been more women than men among the corona warriors who guarded the nation during those months of the crisis. Kerala has always contributed more than its fair share when it comes to healthcare personnel. And women of this state have set an example of selfless care even at a great personal risk during this period of crisis. Such achievements should have been natural for women, who constitute about half of the population. That, unfortunately, has not been the case. We have to admit that they have suffered from deep-rooted social prejudices. Their proportion in the workforce is nowhere near their potential. In politics too, there should be far more of you contesting and also winning elections. This sad state of affairs is, of course, a worldwide phenomenon. India has had at least one woman prime minister, and there has been one woman too among my illustrious predecessors in Rashtrapati Bhavan, when several nations are yet to have their first female head of a state or government. Putting the matter in global context helps us realize that the challenge before us is to change the mindset, a task that is not easy. It takes immense patience and time. We can certainly take solace in the fact that the freedom movement laid a solid foundation for gender equality in India, that we had a great beginning
and that we have already come a long way. The mindset is already changing, and gender sensitivity, including towards the third gender and other gender identities, is advancing rapidly. The government is also doing its best to impart momentum to this trend with focused initiatives like Beti Bachao, Beti Padhao. Over the decades, the state of Kerala too has been a shining example, removing obstacles in the path of women's progress. Thanks to a higher degree of sensitivity among the population, the state has charted new paths in helping women achieve their potential in the spheres of health, education, and employment. This is the land that gave India the first women judge in the Supreme Court, Justice M. Fatima Bibi. It is in the fitness of things that Kerala is hosting the National Women Legislators Conference. Ladies and gentlemen, this conference is being held as part of Azadi Ka Amrit Mahotsav. At this historic juncture, we are not only looking back, but also looking ahead. We are now looking forward to the centenary of India's independence in the year 2047. The next 25 years promise to be the auspicious period of Amrit Kal. I am sure this conference will deliberate as much about women's role in the freedom movement as about women's role in nation building over the next quarter century. I now pronounce the concept of power of democracy inaugurated. I hope that this first national conference under power of democracy will be a great success. I congratulate the Kerala Legislative Assembly and its Secretariat for organizing this conference. I also extend my congratulations to all the delegates and invitees present here. I wish you all great success in your endeavors. Thank you. Jai Hind. Thank you, sir. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് രാഷ്ട്രപതി വനിതാ സാമാജികരുടെ ദ്വിദിന സെമിനാർ അത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒപ്പമുണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് സർക്കാരിന്റെ ഉറപ്പ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അതിജീവിതയ്ക്ക് ഉറപ്പ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമെന്നും പോസിറ്റീവായ മറുപടിയാണ് ലഭിച്ചതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞു. കാര്യങ്ങളെല്ലാം കൺവേ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കേസിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെയാണ് എന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. സോ അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഈ ഹൈക്കോടതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതിന് പിന്നിൽ മറ്റ് ദുരൂഹതകളുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടോ കാര്യത്തിൽ? ഇല്ല, ഞാൻ സർക്കാരിനെതിരായിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അത് മറ്റു പല രീതിയിലും അത് പുറത്തു വന്നതാണ്. അത് അങ്ങനെ ഒരു മെസ്സേജായി കൺവേ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കലും സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് കൺസേൺസ്, എൻ്റെ കുറച്ച് ആശങ്കകളാണ് അതിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വളരെ പോസിറ്റീവായി തന്നെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് CM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇല്ല, അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ നടന്ന കോടതിയിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ CM-ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഉറപ്പിൽ സംതൃപ്തിയാണോ? തീർച്ചയായിട്ടും സാർ എനിക്ക് തന്ന ആ ഒരു അഷുറൻസിൽ ഞാൻ വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ്. ഞാൻ ഒരുപാട് നന്ദിയുണ്ട് അതിന്. തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായും സാറിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. തുടരന്വേഷണം മുന്നോട്ട് പോകുമെന്നും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഒരു സപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അതിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ് മുഖ്യമന്ത്രി
അറിയിച്ചത്? ഇപ്പോൾ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യാനാവുന്നതാണ്? അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് നിന്ന് തീർച്ചയായിട്ടും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ നീണ്ടു പോകുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. അന്വേഷണം, പിന്നെ തുടരന്വേഷണം വേണമോ എന്നുള്ള ഒരു അവ്യക്തത, ഈ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോ എനിക്ക് മാത്രമല്ല, ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ മാനസികാവസ്ഥകളും അല്ലെങ്കിൽ ഫാമിലിയിൽ ബാധിക്കുന്ന എല്ലാം ഉണ്ടാവുന്നതാണ്. സോ എനിക്ക് മാത്രമല്ല, എല്ലാ കേസുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും, അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ആർക്കാണെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇല്ലില്ല, ഒരിക്കലുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ അതൊക്കെ വെറുതെ ഈ വരുന്ന ഓരോ വ്യാഖ്യാനങ്ങളാണ്, ഒരിക്കലുമില്ല. ഇല്ല, അത് എനിക്കൊന്നും പറയാനില്ല. അതിനൊന്നും 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത്, മുഖ്യമന്ത്രി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ട് തോന്നിയൊരു ഘട്ടമാണോ ഇത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ മുൻപൊക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ഇതാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് കാണേണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കാണണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ. സമീപിച്ചതിന് പുറകിൽ മറ്റു ചില ശക്തികളുണ്ടെന്നൊക്കെയുള്ള വിമർശനം വന്നപ്പോൾ വിഷമം തോന്നിയില്ലേ? സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായല്ലേ കോടതിയെ സമീപിച്ചത്? തീർച്ചയായിട്ടും. അത് ഇപ്പൊ എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരുടെയും വായ അടച്ചു വെക്കാൻ പറ്റില്ല. അവർക്ക് അറിയില്ല എന്താണ് ഈ ജേർണി എന്നുള്ളത്. സോ പറയുന്നവർ പറയട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ധൈര്യമായി തന്നെ ഈ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആ വാക്കുകളുടെ അർത്ഥം. തീർച്ചയായിട്ടും. കാരണം ഞാൻ പോരാടാൻ തയ്യാറല്ലായിരുന്നെങ്കിൽ ഇത് മുൻപേ ഞാൻ ഇട്ടിട്ട് പോകണമായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം, എനിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഇടനേതാക്കളുടെ വിവാദ പരാമർശങ്ങളിൽ വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി. പരാതി ഉന്നയിച്ച സന്ദർഭത്തെക്കുറിച്ചാണ് നേതാക്കൾ പറഞ്ഞത്. അതിജീവിതയെ ആരും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടില്ല. അതിജീവിതയ്ക്ക് പരാതിയുണ്ടെങ്കിൽ സർക്കാരിനെ കാണുന്നത് നല്ലതാണെന്നും കോടിയേരി പറഞ്ഞു. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാം. ഗവൺമെൻറ് ആ കാര്യം ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. അതിക്കാര്യത്തിലൊന്നും ഗവൺമെൻറ് ഒരു മുൻവിധിയൊന്നുമില്ല. അവർക്കെന്തെങ്കിലും പരാതിയുണ്ടോ? നല്ലതാണ് ഗവൺമെൻറ്റിനെ പോയി കാണുന്നതും സർക്കാരിൻ്റെ മുമ്പിൽ അവർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ അറിയിക്കുന്നതും നല്ലൊരു നടപടിയായിട്ടാണ് തോന്നുന്നത്. എന്താണ് അവർ പറയുന്നതെന്ന് ഗവൺമെൻറ് പരിശോധിക്കും. എന്തെങ്കിലും ഗവൺമെൻറ് ഇടപെടേണ്ടതുണ്ടെങ്കിൽ ഇടപെടുകയും ചെയ്യും. അവരെ സംശയത്തിൻ്റെ നിലയിൽ ആരും നിർത്തിയിട്ടില്ല. ആ കൊടുത്ത സന്ദർഭത്തെ സംബന്ധിച്ച് മാത്രമാണ് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. അതിജീവിത മകളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതിജീവിത കോടതിയിൽ പോയത് UDFന്റെ തലയിൽ കെട്ടിവെച്ചു. കോടിയേരി അടക്കമുള്ള ഇടത് നേതാക്കൾ അതിജീവിതയെ വളഞ്ഞിട്ട് ആക്രമിച്ചതും സതീശൻ പറഞ്ഞു. അതിജീവിത ഞങ്ങൾക്ക് മകളാണ്. ഒരു മകൾക്കും ഇനി അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകരുത്. ആ മകളോടൊപ്പം നമ്മളെല്ലാം നിൽക്കണം. അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത്, പിൻബലം പകർന്നു കൊടുത്ത് നമ്മൾ നിൽക്കണം. ഞങ്ങൾ എന്നാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടത്? അവരുടെ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അവർ പെറ്റീഷൻ കൊടുക്കാൻ ഇടയായ സാഹചര്യം സർക്കാർ അന്വേഷിക്കണം. ഗുരുതരമായ ഒരു ആരോപണം ആ പെറ്റീഷനിൽ, ഹൈക്കോടതി കൊടുത്ത പെറ്റീഷനിലുണ്ട്. ഭരണകക്ഷിയിലെ നേതാക്കൾ ഇതിൻ്റെ അകത്ത് ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ പ്രതിപക്ഷം എന്താ പറയേണ്ടത്? പ്രതിപക്ഷം അത് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് പറഞ്ഞു. മറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ അവരെ വളഞ്ഞുവെച്ച് ആക്രമിച്ചു. എന്നിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് May 31-ന്. അതുകൊണ്ടാണോ അവർ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തത്? കോടതി അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന സമയപരിധി ഈ മാസമാണ്, 30-ാം തീയതിയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ പരാതി കൊടുത്താൽ മതിയോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് പരാതി കൊടുത്താൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ അവരങ്ങനെ ഒരു പരാതി കൊടുത്തത് കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് സമയത്ത് അന്വേഷിക്കാനുള്ള സമയം നീട്ടി ചോദിച്ചത്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. MM മണിയോടും ആന്റണി രാജുവിനോടും EP ജയരാജനോടും നിങ്ങൾ ചോദിക്കണം. അവർ പെറ്റീഷൻ കൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്നും UDFന് അതിൽ പങ്കുണ്ടെന്നും ആരോപിച്ചത്. ഇലക്ഷൻ കാലത്ത് അവരെന്തിനാണ് ഹൈക്കോടതിയിൽ പോയതെന്നാണ് ചോദിച്ചത്. ഏതതിക്രമത്തിലും അതിജീവിതകൾക്കൊപ്പമാണ് എന്നത് LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. നടിയെ ആക്രമിച്ച കേസിലടക്കം സമാനമായ എല്ലാ സംഭവത്തിലും സർക്കാർ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടവേള.
വിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജ് അഴിക്കുള്ളിൽ. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രി 12 മണിയോടെ തിരുവനന്തപുരത്തെത്തിച്ച PC ജോർജിനെ രാവിലെ 7:45 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. റിമാൻഡിലായ ജോർജിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി. പിണറായിയും VD സതീശനും ഒരുമിച്ച് ചേർന്നാണ് തന്നെ വേട്ടയാടിയത് എന്ന് ജോർജ് ആരോപിച്ചു. ജില്ലാ ജയിലിലെ പ്രിസണർ രജിസ്റ്ററിൽ പുതിയൊരു നമ്പർ കൂടി. PR 584/22. നമ്പറിന് നേരെയുള്ള പേര് 3 പതിറ്റാണ്ടിലധികം നിയമസഭാംഗമായിരുന്ന PC ജോർജിന്റേത്. ഹിന്ദു മഹാസമ്മേളന പ്രസംഗ കേസിൽ ജാമ്യം റദ്ദായി വീണ്ടും അറസ്റ്റിലായ ജോർജിനെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. തിടുക്കമുള്ളതും ഉദ്വേഗഭരിതവുമായിരുന്നു പോലീസ് നടപടികൾ. തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി 12 മണിയോടെ ജോർജിനെ തലസ്ഥാനത്ത് എത്തിച്ചു. പുലർച്ചെ 2 മണിയോടെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിക്കാനായിരുന്നു നീക്കം. എന്നാൽ സമയം രാവിലെ 7 മണിയിലേക്ക് മാറ്റി. വസതിക്ക് പകരം പ്രതിയെ ഹാജരാക്കുന്ന സ്ഥലം ജഡ്ജിയുടെ ചേംബർ എന്ന തരത്തിൽ പിന്നെയും തീരുമാനം മാറി. 7:30 പോലീസ് വാനിൽ കനത്ത സുരക്ഷയിൽ AR ക്യാമ്പിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക്. ജോർജുമായി വാഹനം കോടതിയിലേക്ക്. രാഷ്ട്രീയ വിരോധമാണ് അറസ്റ്റിന് പിന്നിലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ. ജോർജിന്റെ പ്രസംഗങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പ്രോസിക്യൂഷൻ. മിനിറ്റുകൾ മാത്രം നീണ്ട നടപടിക്കൊടുവിൽ റിമാൻഡ് ഉത്തരവ്. പോലീസ് മർദ്ദിക്കുമെന്ന ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നിനെയും ഭയമില്ലെന്ന് ജോർജിന്റെ മറുപടി. പിന്നാലെ ജയിലിലേക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം. ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ജോർജിന് പ്രത്യേക പരിഗണനയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ജാമ്യാപേക്ഷ ആദ്യ ഇനമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി. സനോജ് സുരേന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സനോജ്, ഏതായാലും ജോർജ് മുന്നോട്ട് വെച്ച വാദഗതികളുണ്ട്. കോടതിക്ക് വ്യക്തമായ നിലപാടുമുണ്ട് ഈ വിഷയത്തിൽ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സ്വാഭാവികമായും കോടതിയലക്ഷ്യ നടപടിയായി തന്നെയാണ് ഈ കേസിനെ കാണുന്നത്. കാരണം ഒരു മതവിദ്വേഷ പ്രസംഗത്തിൽ ഒരു കോടതി ജാമ്യം അനുവദിച്ചിട്ടും ആ ജാമ്യവ്യവസ്ഥ പാലിക്കാതെ കോടതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് PC ജോർജ് സ്വീകരിച്ചത് എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് കോടതി എത്തിച്ചേർന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വെച്ച് PC ജോർജിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ തന്നെ PC ജോർജിന് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാത്രി വൈകി ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്നുള്ളതായിരുന്നു PC ജോർജിൻ്റെ അഭിഭാഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ല എന്നും ഇത് നാളെ പരിഗണിക്കാമെന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തേക്ക് കേസ് കോടതി മാറ്റിവെക്കുകയായിരുന്നു. രാവിലെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇത് പ്രഥമ കേസായി പരിഗണിക്കണമെന്നുള്ള ആവശ്യം PC ജോർജിൻ്റെ അഭിഭാഷകർ മുൻപോട്ട് വെച്ചു. എന്നാൽ ഈ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു. ഇത് പ്രഥമ കേസായി പരിഗണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാത്രമല്ല, കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയപ്പെടുന്നത് കോടതി ഈ കാര്യത്തിൽ കണ്ടത്, അതായത് കോടതി അലക്ഷ്യ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ജാമ്യാപേക്ഷയാണ്. അതുകൊണ്ട് അതിനെ ഗൗരവമായി തന്നെയാണ് കോടതി നോക്കിക്കാണുന്നത് എന്നും വ്യക്തമാക്കുകയുണ്ടായി. ഉച്ച കഴിഞ്ഞ് 1:45 കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് വിവരം. ഇന്ന് ഏകദേശം 42ഓളം കേസുകളാണ് ജസ്റ്റിസ് ഗോപിനാഥിന്റെ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. അതിന്റെ നടപടിക്രമം എന്ന നിലയിൽ മാത്രമാണ് PC ജോർജിന്റെ കേസും പരിഗണിക്കുന്നത്. രഞ്ജിത്ത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിക്ക് പരിശീലനം കിട്ടിയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. മതവികാരം ആളിക്കത്തിക്കാൻ ലക്ഷ്യമിട്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മതവിദ്വേഷത്തിന് പുറമെ പ്രതികൾക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തി. കുട്ടിയെ തോളിലേറ്റിയ അൻസറിനെ റിമാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസിന്റെ ആരോപണങ്ങൾ. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്താൻ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിനായി കുട്ടിയെ ചുമലേറ്റി മറ്റു സമുദായങ്ങളിലുള്ളവരെ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിപ്പിച്ചു. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. എവിടെ വെച്ചാണ് പരിശീലനം നൽകിയതെന്ന് കണ്ടെത്തണം.
ആരാണ് പരിശീലിപ്പിച്ചതെന്നും ഇതിനായി ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബാബറി മസ്ജിദ് ഗ്യാൻഗ്രാബി വിഷയങ്ങൾ മുദ്രാവാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും പോലീസ് ആരോപിക്കുന്നു. അതേസമയം കുട്ടി പോപ്പുലർ ഫ്രണ്ട് SDP പരിപാടികളിലെ സ്ഥിര സാന്നിധ്യമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പാകിസ്ഥാനിലും പോകൂല, ബംഗ്ലാദേശിലും പോകൂല, പാകിസ്ഥാനിലും പോകൂല, ബംഗ്ലാദേശിലും പോകൂല, നിലവിൽ 3 പേരെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതി ചേർത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി മുജീബ് യാക്കൂബ്, ഇന്നലെ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് നവാസ് വണ്ടാനം, തോളിലേറ്റിയ അൻസാർ എന്നിവരാണിവർ. അൻസാർ ഇതിനു മുൻപും കേസുകളിൽ പ്രതിയാണ്. പ്രതികൾക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.